ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ സാന്റോസിന്റെ മത്സരം നെയ്മർ ജൂനിയർ കളിച്ചിരുന്നില്ല. അതിന് പിന്നാലെ നെയ്മർ ജൂനിയർ ഒരു പോക്കർ ടൂർണമെന്റിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നു. ഇതോടുകൂടി വലിയ വിമർശനങ്ങൾ നെയ്മർ ജൂനിയർക്ക് ലഭിച്ചു. ഫുട്ബോളിന് പ്രാധാന്യം നൽകാതെ മറ്റുള്ള കാര്യങ്ങൾക്കാണ് നെയ്മർ ജൂനിയർ പ്രാധാന്യം നൽകുന്നത് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ അത് ബ്രസീലിൽ നിന്ന് തന്നെയാണ് നെയ്മർക്ക് ഏറെ ലഭിച്ചത്. ഇതിനുള്ള ഒരു മറുപടി നൽകിക്കൊണ്ട് നെയ്മർ ജൂനിയർ ഇൻസ്റ്റഗ്രാമിലൂടെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് താൻ നേരത്തെ ട്രെയിനിങ് നടത്തിയിരുന്നു. സാന്റോസ് തനിക്ക് ഒരു ദിവസം ലീവ് അനുവദിച്ചു. ആ ലീവിന്റെ സമയത്താണ് താൻ പോക്കർ ടൂർണമെന്റ് നടത്താൻ പോയത്. നിങ്ങൾക്ക് നിങ്ങളുടെ പണി നോക്കിക്കൂടെ എന്നൊക്കെയാണ് നെയ്മർ ഇൻസ്റ്റഗ്രാമിലൂടെ ഈ വിമർശകരോടായിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. നെയ്മറുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് എൻ്റെ ഇന്നത്തെ രണ്ടാമത്തെ ട്രെയിനിങ് സെഷന് വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസം എനിക്ക് അവധിയായിരുന്നു. അന്ന് ഞാൻ ഒരു പോക്കർ ടൂർണമെന്റിൽ പങ്കെടുത്തു. അതിനെക്കുറിച്ചാണ് എല്ലാവരും ചർച്ച ചെയ്തത്. ഞാൻ രാവിലെ ട്രെയിനിങ് നടത്തി. ഞാൻ മത്സരത്തിന്റെ ഭാഗമായിരുന്നില്ല. പിന്നീടും ട്രെയിനിങ് നടത്തി. അതിനുശേഷം ക്ലബ്ബ് ഒരു ദിവസം എനിക്ക് അവധി നൽകി. അന്നാണ് ഞാൻ പോക്കർ ടൂർണമെന്റിൽ പങ്കെടുത്തത്. എന്നിട്ടും അവർ എന്നെക്കുറിച്ച് ഇല്ലാത്തത് സംസാരിക്കുന്നു. ഞാനിപ്പോൾ ട്രെയിനിങ്ങിന് മടങ്ങിയെത്തി. ഇനി നിങ്ങൾ പറയൂ, ഞാൻ ട്രെയിനിങ് നടത്തിയാൽ അതിൻ്റെ പേരിലും നിങ്ങൾ എന്നെ വിമർശിക്കുമോ? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ. ഇതാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത്. അതായത് നെയ്മറുടെ ലൈഫ് സ്റ്റൈലിൽ, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ അനാവശ്യമായി തലയിടുന്നതിനെതിരെയാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. എന്നാൽ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. നെയ്മർക്ക് എപ്പോഴും ബ്രസീലിൽ നിന്ന് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ലഭിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രസീൽ വിട്ട് പുറത്തു പോകാൻ നെയ്മർ ജൂനിയർ ആഗ്രഹിക്കുന്നുണ്ട്. സാന്റോസുമായുള്ള കോൺട്രാക്ട് പൂർത്തിയാക്കിയതിനു ശേഷം മറ്റേതെങ്കിലും രാജ്യത്ത് പോയി കളിക്കാനാണ്, പ്രത്യേകിച്ച് MLS പോലെയുള്ള ലീഗുകളിൽ പോയി കളിക്കാനാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.